गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 9, 2024. ഈ ലോകത്തിൽ ശാശ്വതമായ സന്തോഷത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിശൂന്യതയാകുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ ഇന്ന് നമ്മെ പ്രേമപൂർവം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ശരിയായ ദിശയിലൂടെ നമുക്ക് മുന്നേറാം. പ്രേമസ്വരൂപരെ, ഒരു പുതിയ റോസാ പുഷ്പം നമുക്ക് വളരെയധികം സന്തോഷം നൽകും. വൈകുന്നേരത്തോടെ അത് വാടിത്തുടങ്ങും. പിറ്റേ ദിവസം അതിൻ്റെ ഇതളുകൾ കൊഴിയുമ്പോൾ അത് നമ്മളിൽ സന്തോഷം ജനിപ്പിക്കുകയില്ല. സുന്ദരമായ എല്ലാ വസ്തുക്കളും നമ്മളിൽ താൽക്കാലികമായ സന്തോഷം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ശാശ്വതമായ ആനന്ദം എവിടെയാണ് ലഭിക്കുന്നതെന്ന് നാം ശ്രദ്ധാപൂർവം അന്വേഷിച്ച് കണ്ടെത്തണം. ആത്മവിഷയത്തിലും ഈശ്വര ചിന്തയിലും മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. ശാശ്വതമായ കാര്യങ്ങളിൽ നിന്നു മാത്രമേ നമുക്ക് ശാശ്വതമായ ആനന്ദം ലഭിക്കുകയുള്ളൂ. താൽക്കാലികമായ വിഷയങ്ങളിൽ നിന്ന് ഒരിക്കലും സ്ഥിരമായ ആനന്ദം ലഭിക്കുകയില്ല. നിത്യമായ കാര്യങ്ങളെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ ആനന്ദം നേടിയെടുക്കാൻ സാധിക്കൂ. ആനന്ദത്തെ എല്ലായിടത്തും അന്വേഷിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ അത് മീൻ മാർക്കറ്റിൽ വജ്രം അന്വേഷിക്കുന്നത് പോലെയാണ്. അവിടെ മത്സ്യം മാത്രമേ ലഭിക്കൂ, വജ്രം ലഭിക്കുകയില്ല. ഈ ലോകം താൽക്കാലികവും ഇവിടുത്തെ ജീവിതം അനിശ്ചിതത്വം നിറഞ്ഞതുമാകയാൽ ശാശ്വതമായ ആനന്ദം നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല. സുഖമെന്നത് ദുഃഖത്തിന്റെയും ദുഃഖമെന്നത് സുഖത്തിന്റെയും താൽക്കാലികമായ അസാന്നിധ്യമാണ്. 1978 സമ്മർ കോഴ്സിൽ ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.